എടാ ദിസ് ഈസ് ഇതിൽ ഇപ്പം ജൂണായി. ഇതിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും മിക്കവാറും ഇത്, കാരണം അതിനനുസരിച്ച് സംസാരിക്കാനുണ്ട്. ഓൾസോ ഇതാണ് അൺടോൾഡ് സ്റ്റോറീസിൻ്റെ 5ാമത്തെ എപ്പിസോഡ്. അപ്പോൾ അന്തരിക്ക് അൺടോൾഡ് സ്റ്റോറീസ്ക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിക്രം സിനിമയെ പറ്റിയിട്ടാണ്. ഇന്ന് വിക്രം ഇറങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷം ഇതാന്ന് പറഞ്ഞ് പോയതേ. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഷോ കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് വയ്ക്കുന്നു രോമാഞ്ചിഫിക്കേഷൻ എന്നുള്ള. കാരണം എന്ന് വെച്ചാൽ അത്രയും രോമാഞ്ചിഫിക്കേഷൻ തന്ന ഐറ്റം ആയിരുന്നു അത്. അങ്ങനത്തെ മനുഷ്യനാണ് ഇപ്പം. അതിലോട്ടൊക്കെ നമുക്ക് പോവാം. ഓക്കെ, 2022 ജൂൺ 3 ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നു എത്രയെന്നൊക്കെ പറഞ്ഞാലും. കാര്യം എന്ന് വെച്ചാൽ ഹോളിവുഡ് അല്ല കോളിവുഡ്, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടേ. അങ്ങനെ ഈ തലേന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ അണ്ണൻ ഒഫീഷ്യലി ലോക്കി അണ്ണൻ പറഞ്ഞു ഇതേപോലെയാണ് വിക്രം കാണാൻ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ കൈദി കണ്ടിട്ട് വരണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഹൈപ്പ് ഇരട്ടിച്ച്, നല്ല രീതിയിൽ ഇരട്ടിച്ച്. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രോൾസ് കാര്യങ്ങൾ വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ കൈദിയിലുള്ള നരേൻ്റെ അതേ ക്യാരക്ടർ തന്നെയാണ് വിക്രമത്തിൽ വന്നപ്പോഴും. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്ത് വരുമ്പോഴാണ് അങ്ങേര് ഒഫീഷ്യലി പോസ്റ്റ് ഇടുന്നത്. ലൈക്ക് ഇങ്ങനെയാണ് വിക്രമിൻ്റെ ഇതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ കണ്ടിട്ട് വരണം എന്നുള്ളത്. ഓക്കെ ശരി, സെറ്റ്. ഓൾറെഡി കൈദിയൊക്കെ കുത്തിയിരുന്ന് കണ്ടു, അത് വേറെ കാര്യം. അങ്ങനെ രാവിലെ എനിക്ക് തോന്നുന്നു 7 മണിക്കായിരുന്നു ആദ്യ ഷോ. ഞാൻ സിറ്റിയിലല്ല, ഞാൻ ഇവിടെ പേയാട് SP തിയേറ്ററിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഓഫ് കോഴ്സ് ഞാൻ സാധാരണ പോകുന്നത് വെച്ചാൽ വിജയ് എണ്ണം പടങ്ങളുടെ FDFS ഷോയ്ക്കാണ് അവിടെ അങ്ങനെ പോവാറ്. എന്ന് വെച്ചാൽ എനിക്ക് സ്ഥിരം അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് സാധാരണ അവിടെ പോവാറ്. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു എനിക്ക് വിജയണ്ണൻ്റെ പടം അല്ലാതെ വേറൊരാളുടെ ഒരു പടത്തിന്, വേറൊരാളല്ല ഒരുപാടുണ്ടല്ലോ, അവരുടെയൊക്കെ പടത്തിന് അങ്ങനെ പോണത്. ഓക്കെ ശരി, അങ്ങനെ പോയി. ഓഫ് കോഴ്സ് കയ്യടി, ആർപ്പുളി, ബഹളം, അങ്ങനത്തെ ഒക്കെ രീതിയിൽ നിറഞ്ഞു. സീറ്റുകൾ നിറഞ്ഞു എന്ന് മാത്രമല്ല അവർ എക്സ്ട്രാ കസേരകൾ വരെ കൊണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വന്നിരിക്കാനായിട്ട് എക്സ്ട്രാ കസേരകൾ കൊണ്ടിട്ട്. അങ്ങനെ ഓക്കെ, പരിപാടി തുടങ്ങി. 7 മണിയായപ്പോൾ പരിപാടി തുടങ്ങി. കിടിലം അനിരുദ്ധിൻ്റെ മ്യൂസിക് എല്ലാം മോനെ എന്താണത് പടച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ ഓരോ എലവേഷൻ സീന് കയ്യടി, ആർപ്പുവിളി, ബഹളം എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ പറയാതെ വയ്യ. പ്രത്യേകിച്ച് ഇപ്പം ആ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് ആ കാളിദാസ് ജയറാമിൻ്റെ ഇൻട്രോയിൽ നിന്ന് തുടങ്ങി, അവിടുന്ന് തുടങ്ങിയ കൈവടി എന്ന് വെച്ചാൽ വിജയ് സേതുപതിയൊക്കെ ഇൻട്രോ എന്താണ് എന്ന് വെച്ചാൽ സാധാരണ എന്ന് പറഞ്ഞാൽ വില്ലന്മാർ ലൈക്ക് എന്തുവാ, ഒന്നെങ്കിൽ 6 പാക്ക് ബോഡിയെ കാണിച്ച് അല്ലെങ്കിൽ ഒരു ഫിറ്റ് ബോഡിയെ കാണിച്ച് അങ്ങനെ വരുന്ന ട്രെൻഡ്. അന്നെന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതിയിലുള്ള ഇതായിരുന്നു. വയറും തള്ളി നല്ല ചബി ബോഡി ആയിട്ടിരിക്കണ ഒരിതും വന്നിട്ട് അത് വച്ച് മാസ് കാണിക്കുന്നത്. അറിയില്ലേ, കൈയടിക്കാനും കൂക്കി വിളിക്കാനും ഒക്കെ സീനുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഫഹദ് ഫാസിൽ വന്നു. അങ്ങനെ എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ പെർഫോമൻസ് ഇങ്ങനെ കവർ ചെയ്ത് പോയി. നമുക്ക് ഇൻ്റർവെല്ലിൽ എത്തുമ്പോഴും അറിയാം ഇന്നതാണ് നമുക്ക് സംഭവിക്കാൻ പോകണമെന്ന്. അത് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അത് ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ അത് നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു രീതി. ഓഫ് കോഴ്സ് അനിരുദ്ധിൻ്റെ മ്യൂസിക് അതിന് വളരെ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇൻ്റർവെൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഷോട്ട് കാര്യങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞാൽ ആ മോക്കോബോട്ടിൻ്റെ ഷോട്ടൊക്കെ എൻ്റെ മോനെ കിടിഞ്ഞും. ആക്ഷൻ കൊറിയോഗ്രഫി ആയാലും ഇറ്റ്സ് വാവ്. അങ്ങനെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇതിലോട്ട് വന്നു. ലൈക്ക് അങ്ങേരെ ഡ്രഗ് മാഫിയ സൊസൈറ്റി കഥകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ രീതിയിലോട്ട് വന്ന്. ഓക്കെ ശരി, ടുവേർഡ്സ് ക്ലൈമാക്സിലോട്ട്. അതാണ് പറഞ്ഞത്, സിനിമയ്ക്കകത്തോട്ടൊന്നും കൂടുതൽ പറയുന്നില്ല, എനിക്ക് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അങ്ങനെ ടുവേർഡ്സ് ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴാണെങ്കിൽ പോലും ആ ഒരു വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഒന്ന് മോനെ എന്ത് രസമാണ്. എനിക്ക് മറ്റേ സ്പൈഡറിൽ നമ്മളെ SJ സൂര്യ ഇരുന്ന പോലെ ആ ഒരു ഫീലായിരുന്നു. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഏത് കിഴങ്ങനാണോ ആ സൂര്യാനൻ്റെ ആ ഒരു വീഡിയോ ലീക്ക് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പടത്തിൻ്റെ തലയ്ക്ക് തലേന്നോ ഈ പറഞ്ഞ പോലെ സൂര്യ ഇൻ ആൻഡ് എസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടൊരു പോസ്റ്റർ വന്നു. ഇല്ലെങ്കിൽ അത് വരെ പോലും ഇല്ലായിരുന്നു, നമ്മളത് അറിയുക പോലും ഇല്ലായിരുന്നു. ആലോചിച്ച് നോക്കും, ഒരു പ്രതീക്ഷയില്ലാതെ. എന്ന് വെച്ചാൽ ഓക്കെ പരിപാടി കഴിഞ്ഞു, പടം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പോകുമ്പോഴേക്കും പറഞ്ഞു ഒരു കിടിലൻ ക്യാമിയോ. ഏറ്റവും മോനെ അതായിരുന്നതിനെ ഒരു കിടിലൻ സർപ്രൈസ്. അൺഫോർച്ചുനേറ്റ്ലി യാദവനാണോ എന്തോ അവനെ ഞാൻ ഈ നിമിഷം സ്മരിക്കുന്നു. ഓക്കെ, അപ്പം
ആ ഒരു ക്യാമിയോ വന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും ബോംബുകൾക്കിടയിൽ, അങ്ങേരെ ഇത്രയും വർഷത്തെ ബോംബുകളുടെ ഇടയിൽ റോളക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിട്ടിൽ ഐക്കോണിക്, അത് വില്ലൻ ക്യാരക്ടർ പടച്ചു വച്ചേക്കണം എന്നൊക്കെ പറഞ്ഞ എൻ്റെ മോനെ എന്ത് രസമായിരുന്നു അത്. ഒരു ആലോചിച്ച് നോക്ക്, അങ്ങനെ ഒരു കഥാപാത്രത്തിനെ പറ്റി ആരും ഇവിടെ ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു സാധനം അറിഞ്ഞുകൂടെ, ഓക്കെ പടം കഴിഞ്ഞ് ഇറങ്ങാതിരിക്കണവൻ്റെ മുമ്പിൽ വീണ്ടും ഒരു ബിരിയാണി എടുത്ത് വെച്ചെന്ന ഫീലായിരുന്നത്. ഇമ്പാക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതാണ് പറഞ്ഞത്, ഈ 10 വർഷത്തെ ഈ ഒരു ബോംബുകളുടെ ഇടയിലും അങ്ങേര് ചെയ്ത കിടിലൻ ഐക്കോണിക് ക്യാരക്ടറാണത്. സോ അതാണ് പറഞ്ഞത്, ഈ ഒരു എന്ന് വെച്ചാൽ ഞാൻ കണ്ടു, ലൈക്ക് രാവിലെ തന്നെ 12 മണിക്ക് തന്നെ ഞാൻ കണ്ടിരുന്നു. ഇതേപോലെ പടം ഇറങ്ങിയിട്ട് 4 വർഷമായി എന്ന് പറഞ്ഞു. ഓൾറെഡി ഞാനൊരു പടത്തിൻ്റെ ഒരു ഇത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ, പിന്നെ രാത്രി തന്നെ വെറുതെ കുത്തിയിരുന്നിട്ടുണ്ടായെന്ന് കരുതി. ഓക്കെ, സോ അതാണ് 4 വർഷം പോയ ഓക്കെ കിട്ടില്ലായിരുന്നത്. അത് ഇവിടെ ആദാര്യം 4 വർഷം. സോ അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അല്ലേ, ഭയങ്കര ഒരു ഫീൽ തന്ന ഇതാണ്. കമ്മിങ് ടു ലോക്കി അണ്ണൻ. എൻ്റെ അണ്ണ, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്വന്തം യൂണിവേഴ്സ് ഒരു പരിവാക്കി വെച്ചിട്ട് നിങ്ങൾ കണ്ട യൂണിവേഴ്സിലോട്ട് പോകണതാണ് അവസ്ഥ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഇങ്ങേരെ ഊക്കണ മീം മാത്രമേ ഉള്ളൂ. കൂലി കഴിഞ്ഞതിന് ശേഷം കൂലിയെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്, അത് ഞാൻ വരുമല്ലോ. ഇപ്പം ഓഗസ്റ്റിലല്ലേ വരുന്നത്, ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് വരും. വിശദീകരിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ട്, വരട്ടെ. എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ ഒരു യൂണിവേഴ്സിൽ എന്തെങ്കിലും ഒന്ന് ചെയ്ത ഒന്നാമത്തെ കേസ്, ഇത് ഹോളിവുഡിലെ മാർവൽ അല്ലെങ്കിൽ MCU പോലെ അല്ല ഇവിടെ. അതിൻ്റേതായിട്ടുള്ള ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, സെറ്റ് ചെയ്യേണ്ടതായിട്ട് കുറേ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഫോഴ്സ്ഡായിട്ട് കുറേ ക്യാരക്ടേഴ്സിനെ ഇടയിൽ കയറ്റി. ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് ഇപ്പം വരണവൻ്റെ പോണവൻ്റെ ഊക്കുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയായിപ്പോയി. നല്ലൊരു പടം തന്ന് ഒരു കംബാക്ക് അടിക്കണം പ്ലീസ്. അല്ലാതെ ഇതുപോലെ കാട്ടാളലിൽ വന്നതുപോലെ തലയ്ക്ക് മുകളിലോട്ട് പിച്ചക്കാരനും തലയ്ക്ക് താഴോട്ട് പണക്കാരൻ ലെവലിലോട്ട് പോകരുത്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പേ ജസ്റ്റ് ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ, അതായത് കാട്ടാളനിലെ ഒഫീഷ്യൽ പോസ്റ്റർ കൊടുത്തിട്ട്, എന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇൻസ്റ്റാ കമൻറ്റാണ്. ഒരു തമിഴ് എന്തോ ഇതാണ്, ഒരാൾ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനിയും ലൈക്ക് ഈ മനുഷ്യനെ ഊക്കി വിടാതെ എന്ന് പറഞ്ഞ് ആ കഥ ആൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അത് എന്തുവാ ഫാൻ മെയ്ഡ് സാധനമാണെന്നാണ്. അതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫാൻ മെയ്ഡ് ആയത് ഒറിജിനലാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ലെവൽ ഊക്കാണ്. സോ നല്ലൊരു പടവും തന്നൊരു കംബാക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടറിയാൻ എന്തരാവുന്നുള്ളത്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് 4 വർഷം ഓഫ് വിക്രം ആൻഡ് അൺടോൾഡ് സ്റ്റോറീസിലെ എപ്പിസോഡ് 5. അപ്പം ഓക്കെ.